എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിയുമ്പം ആരാണ് ഗസ്റ്റ് എന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്. പുറത്ത് കാറ് കിടക്കുന്ന കണ്ടിട്ട് മോൾക്ക് മനസ്സിലായില്ലേ, ഒന്ന് ഗസ് ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പം മനസ്സിലായി, നീലഗിരിയിൽ നിന്ന് ഗംഗാധരൻ അമ്മാവനല്ലേ എന്ന് ചോദിക്കും. അതെ എന്ന് പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അവർ രണ്ടുപേരോട് ഇറങ്ങി വരും കേട്ടോ. അന്നേരം കാണുന്നത് ചോദിക്കുന്നുണ്ട്, നീ വന്നോ, നീ സ്കൂളിൽ പോയിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പം അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയും. അന്നേരം എങ്ങനെയുണ്ട് അച്ഛനെ എന്ന് ചോദിക്കുമ്പം അച്ഛൻ ആകെ ക്ഷീണമാണ്, വയ്യാതിരിക്കുക, ഇനിയിപ്പോൾ കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, അതാണ് ഒരു സമാധാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവർ ചോദിക്കുന്നുണ്ട് വൈജ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലേ എന്ന്. അന്നേരം അമ്മ അവിടെയുണ്ട്, അമ്മയ്ക്കും ആകെ വിഷമമാണ് എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും കൃഷ്ണമോൾക്ക് ഒരു ലൈം ജ്യൂസുമായിട്ട് വരുവാണ് അലീന. കൃഷ്ണമോളെ ഇതേ ലൈം ജ്യൂസ് എന്ന് പറഞ്ഞ് അത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോവാണ്. എന്തെങ്കിലും കണ്ടോ, എൻ്റെ മനസ്സറിഞ്ഞ് ചേച്ചി എനിക്ക് ലൈം ജ്യൂസ് കൊണ്ടു തന്നു കണ്ടോ, ഞാൻ വെയിലത്ത് നിന്ന് കയറി വന്നപ്പം മനസ്സിൽ എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നിട്ടും ചേച്ചി എനിക്കത് ഉണ്ടാക്കി തന്നു, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട്, എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് അലീന ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വായി തോരാതെ ഇങ്ങനെ പറയുക കേട്ടോ കൃഷ്ണമോള്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാനാണ് ബൈസ്റ്റാൻഡറായിട്ട് നിന്നത്, അവിടെ ചെന്ന് കഴിയുമ്പം എന്നെ രോഗിയാക്കിയിട്ട് ചേച്ചി ബൈസ്റ്റാൻഡറാകും, അതുപോലെ ചേച്ചിയുടെ കെയറിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിതിങ്ങനെ കേട്ടുകൊണ്ട് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അലീന ഹോസ്പിറ്റലായതെന്ന്. അന്തെങ്കിലും പെട്ടെന്ന് സ്റ്റക്കായി അങ്ങ് നിന്ന് പോയ കൃഷ്ണമോളെ, എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അന്നേരം എന്താ മോളെ പറയാനൊരു ബുദ്ധിമുട്ട്, എന്താണെങ്കിലും തുറന്നു പറയണം, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞതാണ്, പിന്നെ മോളോട് ചോദിച്ചു എന്നേ ഉള്ളൂ, എന്ത് കാര്യമാണെങ്കിലും സത്യസന്ധമായിട്ട് പറയണം, ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കണ്ടേ, അപ്പം അങ്ങനെ പരിഹരിക്കണമെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണ്, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ സത്യസന്ധമായിട്ട് അറിയണം, അപ്പോൾ മോളത് പറയണമെന്ന് പറയും. അന്നേരം മടിയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് ഇങ്ങനെ വിഷമത്തി പയ്യെ ഇങ്ങനെ പറയുവാണ്, അത് അലീന ചേച്ചിയെ രോഹിത്തേട്ടനും അതുപോലെ ഹരിയേട്ടനും കൂടി റൂമിൽ പൂട്ടിയിട്ടു, എന്നിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പം ചേച്ചി തന്നെ ഒരു കത്രിക എടുത്ത് വയറിട്ട് കുത്തിയതാണ് എന്നിങ്ങനെ പറയും. അതിനിടയ്ക്ക് മോള് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ടായിരുന്നു വയറിലൊരു മുറിവുണ്ടായതുകൊണ്ടാണ്. അന്നേരം അത് കാണുന്നത് ഗംഗാധരൻ അത് കള്ളത്തരമാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് കള്ളത്തരം പറയരുത് എന്ന് പറയുന്നതും. അങ്ങനെ കൃഷ്ണമോൾ സത്യം പറയുകയും ചെയ്യുക. അന്നേരം ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്നിട്ട് ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും, ഏതായാലും വയറിന് ചേച്ചി കുത്തി, അപ്പോഴേ ചേച്ചിയുടെ ബോധം പോയി, അങ്ങനെ ബോധം പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പേടിയായി, അവരിവിടുന്ന് ഇട്ടിട്ട് പോയി, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറിൻ്റെ പട്ടിക്കുട്ടി വന്നാണ് ചേച്ചിയെ രക്ഷിച്ചത്. ചേച്ചിയുടെ ആ പട്ടിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബഹളം വെച്ച് ഡോക്ടറെ കൊണ്ട് വരുമായിരുന്നു, ഇവിടെ മൊത്തം ബ്ലഡായിരുന്നു, ഡോക്ടറാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ചോദിക്കും, ഇതൊക്കെ വൈജിക്ക് അറിയത്തില്ലേന്ന്. അന്നേരം അമ്മയ്ക്ക് അറിയാം, പക്ഷേ അമ്മ ഇതൊന്നും അംഗീകരിച്ച് തരില്ല എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പോലീസ് കേസ് ആയില്ലേന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും, ഇല്ല, പോലീസ് വന്ന് ചോദിച്ചപ്പം കാല് തെന്നി വീഴാൻ പോയപ്പം കയ്യിലിരുന്ന കത്രിക വയറി കുത്തി കയറിയതാണെന്ന് ചേച്ചി പറഞ്ഞു എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ ആരാണ് നിർബന്ധിച്ചത് എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും, അങ്ങനെ ആരും നിർബന്ധിച്ചില്ല, ചേച്ചി തന്നെ അങ്ങനെ ഒരു മൊഴി കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇപ്പം രോഹിത്തേട്ടനും ഹരിയേട്ടനും കൊലക്കുറ്റത്തിന് അകത്ത് കിടന്നേനെ എന്ന് പറയുക കേട്ടോ. അന്നേരം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയുടെ ആ മനസ്സും നന്മയും ഒക്കെ. എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കും, ഞങ്ങളെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യും, എന്തൊക്കെയാണെങ്കിലും അമ്മ ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കുകയല്ല, ചേച്ചീനെ കണ്ണെടുത്ത കണ്ടുകൂടാ അമ്മയ്ക്ക് എന്നിങ്ങനെ പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അതും പോരാഞ്ഞിട്ട് അമ്മ ഇടയ്ക്ക് ചേച്ചിയും അച്ഛനെയും കുറിച്ച് ചില കൊനഷ്ടം പറയും, അതൊന്നും അച്ഛന് ഇഷ്ടമല്ല, അത് അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവുകയില്ല എന്നൊക്കെ പറയുക. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഈ കാര്യം നിങ്ങൾ മക്കളും അച്ഛനും കൂടി അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് അംഗീകരിക്കില്ലെന്ന്. അന്നേരം ഒരു രക്ഷയില്ല അങ്കിളെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളെ സങ്കടം കാണുമ്പോൾ അവർക്കും വിഷമമാണ്. അന്നത്തേക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അലീന ഇവർക്ക് രണ്ടുപേർക്കുള്ള ലൈം ജ്യൂസ് ആയിട്ട് വരും. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അത് അവരുടെ അടുത്തോട്ട് കൊണ്ടു കൊടുക്കണോ അതോ ഡൈനിങ് ടേബിളിൽ വെക്കണമെന്ന്. അന്നേരം കുഴപ്പമില്ല, അത് അവിടെ വെച്ചേരെ, ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന് പറയും. അലീന ഡൈനിങ് ടേബിളിൽ അത് വെച്ചിട്ട് പോകുമ്പോൾ ഇവർ ഭയങ്കര വിഷമത്തോടെ അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി എന്ന് അറിയുമ്പം അവർ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, നമുക്കിതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് പോകാം, അതിനാണ് ഞങ്ങൾ വന്നതെന്ന് പറയും. എന്നിട്ട് മോളെ വിളിച്ചുകൊണ്ട് വന്ന് ആ ലൈം ജ്യൂസ് കൊടുക്കുന്നുണ്ട്. മോള് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണമോളെ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രനെ കാണാനായിട്ട് പെങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ഗോവർദ്ധൻ, അയാൾ കാണാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നതെന്ന്. 3 ഷോപ്പുണ്ടല്ലോ, ഒരു ജ്വല്ലറി ഉണ്ട്, ഒരു സ്വർണ്ണക്കടയുണ്ട്, ഒരു മെറ്റൽസിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിലാണോ നടക്കുന്നത്, നീ എല്ലാം നോക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ജനറൽ മാനേജറാക്കിയത്. ഇനി അഥവാ ഞാൻ അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ നീ ഒരു ദിവസം അവർക്ക് അവധി കൊടുത്തേക്കണം എന്ന് പറയുന്നതേക്കും ഗോവർദ്ധൻ ആകെ വിഷമാവും. അന്നേരം നീ
വിഷമിക്കുകയൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഉടനെയൊന്നും അങ്ങനെ ഒരു ചാൻസ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. അതുവരെ നീ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഇപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ വീട്ടിൽ പോകാം. പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മനസ്സമാധാനം വേണമല്ലോ. ഇവിടെ കിടക്കുവാണെങ്കിൽ അത് കിട്ടും. അത് ഡോക്ടർമാർക്ക് മനസ്സിലായതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നതാടാ നിൻ്റെ മനസ്സിൽ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. അന്നേരം ഗോവർദ്ധനം പറയുവാണ്, ചേച്ചി പുറത്ത് വിഷമിച്ച് നിൽപ്പുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ല. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അതുവരെ സോഫ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ബാലേന്ദ്രൻ്റെ സ്വരം ഒന്ന് കനക്കും. ഇവിടെ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുക. അന്നേരം ചേച്ചിക്ക് ഏട്ടനെ കാണണമെന്നുണ്ട് എന്ന് പറയുമ്പം അവളുടെ വിഷമാണോ നിനക്ക് വലുത് അതോ എൻ്റെ ആണോ എന്ന് ചോദിക്കുമ്പം അല്ല, രോഗിയായിട്ട് ഇപ്പോൾ കിടക്കുന്നത് ഏട്ടനല്ലേ, ഏട്ടൻ്റെ വിഷമം തന്നെയാണ് പ്രാധാന്യമുള്ളത് എന്ന് പറയുമ്പോൾ എന്നാൽ അത് നീ അങ്ങ് അംഗീകരിച്ചാൽ മതി. ഏതായാലും നീ ചോറുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഇടയ്ക്ക് ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയി ഊണൊക്കെ കഴിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോണം എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ചെക്ക് ഒപ്പിടാനൊക്കെ ഉണ്ടെന്ന്. അന്നേരം 2 ദിവസം കഴിഞ്ഞിട്ട് ഒപ്പിടാം, അത് തലപോകുന്ന കേസൊന്നും അല്ലല്ലോ എന്ന് പറയും. ഏതായാലും പോകുന്നതിന് മുമ്പ് പെങ്ങളെ അന്വേഷിച്ചെന്ന് ഞാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഗോവർദ്ധനെ ഇറക്കി വിടുന്നത്. എന്നിട്ട് ഗോവർദ്ധനം പോയി കഴിയുമ്പോൾ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്ന നേഴ്സിനോട് പറയുവാണ് എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്, അളിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഗോവർദ്ധൻ്റെ കൂടെ മനു ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരടുത്തോട്ട് ചെല്ലുമ്പോൾ വൈജയന്തി പുറത്ത് നിൽക്കുമല്ലേ. വൈജയന്തി ചോദിക്കും എന്തായി ബാലേന്ദ്രനെ കണ്ടോന്ന്. അപ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ സംസാരിച്ചോ എന്ന് ചോദിക്കും. സംസാരിച്ചു എന്ന് പറയും. അത് കേൾക്കുന്ന വൈജയന്തിക്ക് പിന്നെയും ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് ചോദിക്കുവാണ്, ഇത് എന്നത് ഈ കാണിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. പുറത്തോട്ട് പോകുന്നവർക്ക് ബാലേന്ദ്രനെ കാണാം, പെങ്ങളുടെ ഭർത്താവിന് കാണാം, മക്കൾക്ക് കാണാം, എനിക്ക് മാത്രം കാണാൻ അനുവാദമില്ല, എന്നോട് മാത്രം ഫ്രഷ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം അതിന് മറുപടി പറയാനില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഗോവർദ്ധനൻ. അന്നേരം മനു പറയുന്നുണ്ട് അങ്കിള് പൊക്കുമെന്ന്. അപ്പം ഗോവർദ്ധൻ അങ്ങ് പോയി കഴിയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, മനു എന്താ ഈ കാണിക്കുന്നത്, ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരാളല്ല ഞാനിവിടെ കുറേ ദിവസമായിട്ട് വെറും പട്ടിയെപ്പോലെ നിൽക്കുവാണ് എന്ന് പറയുമ്പം മനു ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ പറയുന്നുണ്ട്, ഗോവർദ്ധൻ അങ്കിളിനോട് വേറെ ഒന്നും പറഞ്ഞില്ല, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ അങ്കിള് പറഞ്ഞുള്ളൂ എന്ന്. അന്നേരം വൈജയന്തി പറയുക, ആ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ എന്നോട് പറയാലോ, ഞാൻ ഗോവർദ്ധനോട് പറയില്ലേ, പിന്നെ എന്നെ കാണണ്ട എന്ന് പറഞ്ഞതിന് കാരണം എന്താ, ഇതിലെ ശരി എന്താണ് എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരേ ഒരു ശരിയേ അറിയത്തുള്ളൂ, അത് അങ്കിളിൻ്റെ ആരോഗ്യമാണ്, അത് മെച്ചപ്പെടണം, അതിനു വേണ്ടി ആണ് നമ്മളിവിടെ നിൽക്കുന്നത്, അതല്ലാതെ വേറെ രീതിയിലുള്ള ഒരു അലമ്പും ഉണ്ടാക്കരുത്, അലമ്പാക്കരുത് എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോകുമ്പം ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ വൈജയന്തി. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരനെയും മാലതിയും തന്നെയാണ്. അവർ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുവാണ്. തറവാട്ടിലേക്കൊക്കെ ഒന്ന് പോകണമല്ലോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് തറവാട്ടിലോട്ട് പോകാനാണ് അവരുടെ ഉദ്ദേശം. അന്നത്തേക്കും ഊണ് കഴിച്ച ഉടനെ ഒരു ലൈം ടീ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ അലീന. അന്നേരം അവർ പറയുന്നുണ്ട്, നിൻ്റെ ഊണ് കഴിച്ചിട്ട് വയറിനകത്ത് സൂചി കുത്താൻ ഇടവില്ല, അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഈ ലൈം ടീയും കൂടെ കുടിക്കണമെന്ന് ചോദിക്കുമ്പോൾ കുടിച്ച് നോക്കുക എന്ന് പറയുക. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, നല്ല സൂപ്പർ ഊണായിരുന്നു, ഓണസദ്യ കഴിച്ച ഒരു ഫീലായിരുന്നു, പായസം ഇല്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം ഭയങ്കര സന്തോഷം അലീനയ്ക്ക്. ഇത്രയും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പം മാലതി അലീനയോട് ചോദിക്കുകയാണ്, അതെ എനിക്ക് നിന്നോട് ഒരു കാര്യവും കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്ന് പറയും. എന്താ എന്ന് ചോദിക്കുമ്പം മാലതി ചോദിക്കുവാണ്, അന്ന് അച്ഛൻ നിന്നെ അവിടെ കാണാൻ വന്നില്ലേ, അന്ന് അച്ഛൻ ഒറ്റയ്ക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പം അല്ല, അന്ന് സാറും മനുവേട്ടനും ഉണ്ടായിരുന്നു എന്ന് പറയും. അവർ നിന്നെ കാണാനാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ബ്രിജിത്താമ്മയെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയും. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് അവിടെ മുത്തശ്ശൻ ചെന്നിട്ടുണ്ടോ എന്ന്. അന്നേരം മുത്തശ്ശൻ ചെന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുവാണ്. അങ്ങനെ അവർക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അലീനയിൽ നിന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പിന്നെയും ചോദിക്കുന്നുണ്ട്, അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ ആരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. അന്നേരം മനുവേട്ടനും ഇവിടുത്തെ സാറും കൂടിയാണ് എന്ന് പറയുമ്പം അന്നേരം നീ അനാഥാലയം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നതാണോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല, അനാഥാലയം ഇപ്പോൾ അവിടെ ഇല്ല, ബ്രിജിത്താമ്മയായിരുന്നു നോക്കി നടത്തിയിരുന്നത്, ഇപ്പോൾ അങ്ങനെ നോക്കി നടത്താൻ ആ ഒരു ആളില്ലാത്തതുകൊണ്ട് അനാഥാലയം അവിടെ ഇല്ല എന്ന് പറയുവാണ്. ഏതായാലും അത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ പറയും, കുഴപ്പമില്ല കേട്ടോ, ചില കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഞാൻ താഴോട്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ച് അലീന അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിയുമ്പം ഇവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ അറിയാനുണ്ട്, അത് അമ്മയോടുകൂടി ഒന്ന് അറിയണം, അതിനുശേഷം നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താമെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് നല്ല സംശയമുണ്ട് ഇത് വൈജയന്തിയുടെ ആ മകളാണോ എന്ന്. കാരണം അനാഥാലയത്തിൽ പോയി മുത്തശ്ശനാണ് കൂട്ടിക്കൊണ്ടുവന്നത്, അവിടെ ഇങ്ങനൊരു കുട്ടിയുണ്ട് എന്ന് മുത്തശ്ശൻ എങ്ങനെ അറിഞ്ഞു, അതാണ് അവരുടെ സംശയം. ഏതായാലും അത് കഴിഞ്ഞ് അവർ താഴോട്ട് ഇറങ്ങി വരുന്നു. മുത്തശ്ശിയുടെ റൂമിൽ വന്നിട്ട് അവർ പോകുവാണ്. പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ തറവാട്ടിലോട്ട് പോകും എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ തറവാട് എന്ന് പറഞ്ഞ ഒരു കെട്ടിടം മാത്രമാണ്, ഇവിടെയല്ലേ നിൻ്റെ അമ്മയുള്ളത്, നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുമ്പം
അമ്മ എനിക്ക് അവിടെ ഒരു ദിവസം പോകണം, അല്ലെങ്കിൽ ശരിയാകിയല്ല. ഏതായാലും ഞാൻ ഉടനെ ഒന്നും പോകുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ പോകുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനിയും വരാം, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ ശരിക്കൊന്ന് വൈജയന്തി ഉപദേശിക്കണം, എനിക്ക് ആകെ ഒരു ആശ്വാസം ഈ പെങ്കൊച്ച് മാത്രമാണ്. ശരിക്കും മക്കൾ നോക്കുന്നതൊക്കെ നന്നായിട്ടാണ് ഇവളെ എന്നെ നോക്കുന്നത്. ഇവളെ പറഞ്ഞു വിടാൻ വേണ്ടി ഇരിക്കുവാണ് വൈജയന്തി. എന്തിനാണ് എന്ന് എനിക്കറിയത്തില്ല. ഈ പെങ്കൊച്ചിനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. എന്നെ മാത്രം നോക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൂടാതെ ഈ കൊച്ചിനെ കൊണ്ട് ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെ കുറ്റപ്പെടുത്തും, അതിനെ വിഷമിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് മുത്തശ്ശി ഭയങ്കര വിഷമത്തോടെ പറയുവാണ്, ഇപ്പോൾ ഈ പെങ്കൊച്ചിനോട് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞേക്കുവാണ്. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അന്നേരം ഇതിനെ പറഞ്ഞു വിടും. ഇനി ഞാൻ എന്നാ ചെയ്യുന്നത്, നീ ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട് അലീനോട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു എന്ന്. അന്നേരം അലീന പറയും, പോകണം സാർ, അല്ലാതെ നിവൃത്തിയില്ല. ഇനിയും എനിക്കിവിടെ ഈ ആട്ടും തുപ്പും ഏറ്റ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തിനാ അതൊക്കെ സഹിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവർ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്നേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അലീന പറയുന്നുണ്ടായിരുന്നു, എന്നെങ്കിലും മേഡത്തിൻ്റെ സ്വഭാവം മാറും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നിന്നേന്ന് മേളത്തെ റൂമിൽ വെച്ച് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അലീനയുടെ മറുപടി കേട്ട് കഴിയുമ്പോഴത്തേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, ഉടനെ ഒരു തീരുമാനം എടുക്കണ്ട, ബാലേന്ദ്രൻ ഏതായാലും ഇങ്ങോട്ട് വരട്ടെ, അതിനുശേഷം നമുക്കൊരു മീറ്റിംഗ് വെക്കാം, ഒന്ന് സംസാരിക്കണം, അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാം എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അലീന റൂമിൽ നിന്ന് അങ്ങ് പോവുക. പോയി കഴിയുമ്പോഴേക്കും മാലതി വാതിൽ അടയ്ക്കും കേട്ടോ. എന്നിട്ട് ഗംഗാധരൻ മുത്തശ്ശിയോട് ചോദിക്കുവാണ്, അന്ന് വൈജയന്തി പ്രസവിച്ച് കുഞ്ഞിനെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു എന്നല്ലേ അന്ന് രാമുണ്ണി മാമ നമ്മളോട് പറഞ്ഞത്, അത് എവിടെയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നത് നാഗർകോവിലുള്ള ഏതോ ഒരു ഓർഫനേജിലാണ് എന്ന്. അന്നേരം ഗംഗാധരൻ അതൊരു വിശ്വാസമാകുന്നില്ല. അന്നേരം ചോദിക്കും, നാഗർകോവിലോ, എന്നിട്ട് ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞോ, മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ അതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് രാവുണ്ണിയേട്ടനാണല്ലോ, പിന്നെ കുഞ്ഞിരാമേട്ടൻ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീനെ ആരെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശൻ പോയി കണ്ടു, എന്നിട്ട് അവളെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് മുത്തശ്ശിയോട് വന്ന് പറഞ്ഞു, നിന്നെ നോക്കാൻ വേണ്ടി നല്ലൊരു പെൺകുട്ടി ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അവർ ചോദിക്കുന്നുണ്ട്, അവിടെ അങ്ങ് ഓർഫനേജിൽ ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട് എന്ന് അച്ഛൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന്. അന്നേരം അതറിയത്തില്ല, ഏതായാലും അങ്ങോട്ട് പോയി എന്ന് എനിക്കറിയാം, അതിനു മുമ്പ് പോയിട്ടുണ്ടോയെന്നും ആ ഓർഫനേജുമായിട്ട് ആ മുത്തശ്ശന് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്നൊന്നും മുത്തശ്ശിക്ക് അറിയത്തില്ല എന്ന് പറയും. എന്നിട്ട് ഇവരുടെ ഈ സംശയങ്ങളെല്ലാം കേൾക്കും. മുത്തശ്ശി ചോദിക്കും, ഇതെന്തിനാണ് നിങ്ങളിപ്പോൾ ഇത് ചോദിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല, വെറുതെ ചോദിച്ചാന്ന് പറയുമ്പോൾ, വെറുതെ അല്ലല്ലോ, അതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിലും പറയടാ എന്ന് പറഞ്ഞേക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഗംഗാധരൻ ഡോക്ടറോട് പ്രത്യേകം എടുത്തു പറയുവാണ്, ബാലേന്ദ്രനെ ശല്യപ്പെടുത്തുന്ന ഒരു വിസിറ്റേഴ്സിനെ അനുവദിക്കരുത്, പ്രത്യേകിച്ച് ഭാര്യയെ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബാലേന്ദ്രന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ അങ്ങനെ അവളെയും കാണാൻ അനുവദിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നേരം ഡോക്ടർ പറയുന്നുണ്ട്, 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2 മാറ്റി സ്റ്റെൻറ്റ് ഇട്ടു, ഇനി ഒന്നുകൂടെ ഉണ്ട്, അത് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പം നിലവിൽ ബാലനില്ല, ആരോഗ്യം വീണ്ടെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അവർക്കൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല. അന്നേരം മാലതി ചോദിക്കുക, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്ന് അവളോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മാറി നിന്നിങ്ങനെ സംസാരിക്കുന്ന കാണുമ്പം വൈജയന്തിക്കും സംശയം വരുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇത്രയൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്.